السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. وأن المساجد لله. صدق الله العلي العظيم. മസ്ജിദ് ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇനി നാട്ടുകാരായ നമ്മൾക്ക് ഈ പള്ളിയെ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യം മാത്രമേ ചിന്തിക്കാനുള്ളൂ. പള്ളി നടത്തുക എന്ന് വെച്ചാൽ ഇതില് ഖുതുബ, ജമാഅത്ത് നിസ്കാരം, ഇഅ്തികാഫ്, ഖുർആനോത്ത്, ഇൽമ് പറയുക, പഠിപ്പിക്കലും പഠിക്കലും, ഇതൊക്കെ പള്ളിന്റെ ഇമാറത്താണ്. അത് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ പള്ളിയെ നമ്മൾ കൂട്ടാക്കാത്ത ആളുകളാകണം. അതേപോലെ പള്ളി നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. പള്ളി വൃത്തി വേണം, നജിസാക്കാൻ പാടില്ല. ധൂളും പൊടിയും എല്ലാം പൊടിച്ച് വന്നാളുടെ നിസ്കരിക്കാൻ വന്നാളുടെ തുണിയിലും ഷർട്ടിലും ധൂള് പിടിക്കുന്ന ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നല്ല നിലക്ക് പള്ളിനെ ബഹുമാനിക്കണം. വെള്ളത്തിന്റെ സൗകര്യം എപ്പോഴും ഉണ്ടാവണം. ചിലപ്പോൾ ഹൗദിന് വെള്ളമുണ്ട്, ചിലപ്പോൾ ഇല്ല. അതുപോലെ കക്കൂസിന്റെ അടുത്ത് പോകുമ്പോൾ മൂക്ക് പൊത്തിയിട്ട് പോകുന്നൊരവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതൊക്കെ വൃത്തിയാക്കണം. ഇത് ഇമാറത്തുൽ മസ്ജിദാണ്. അത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അന്ത്യദിനം കൊണ്ട് വിശ്വസിക്കുന്ന, നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, അങ്ങനെ ദീനീ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് പള്ളി ഇമാറത്ത് ചെയ്യുന്നത്. ഈമാനുള്ള കൂട്ടർ പള്ളി ഇമാറത്ത്, പള്ളിയെ ബഹുമാനിക്കുക, വേണ്ട സൗകര്യം അവിടെ ചെയ്യുക, അവിടെ വന്ന് നിസ്കരിക്കുക, അത് ഈമാനിന്റെ അടയാളമാണ്. അത് നമ്മൾ ചെയ്യണം. ജുമുഅ സഹിഹാവണമെങ്കിൽ പള്ളി ആവണമെന്നില്ല. ഇവിടെ തന്നെ ഈ പള്ളിന്റെ പണി എടുക്കുന്ന സമയത്ത് പള്ളി അല്ലാത്ത സ്ഥലത്ത് ജുമുഅ നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരം സഹിഹാവണമെങ്കിൽ പള്ളി വേണ്ട. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കുക, പള്ളിയിൽ ജുമുഅ നടത്തുക എന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. പള്ളി ഒരു നാട്ടിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും അവന്റെ ശാന്തിയും സമാധാനവും ഇറങ്ങാനുള്ള ഒരു കാരണമാണ്. നമ്മളെ പള്ളിയെ മുന്നിടിക്കുന്നത് ഖിബ്ല ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഅബയിലേക്ക് മുന്നിടിച്ചും കൊണ്ടാണ്. ആ കഅബ അല്ലാഹുവിന്റെ റഹ്മത്ത്, ബറക്കത്ത്, ശാന്തി, സമാധാനം എപ്പോഴും ഇറങ്ങിക്കൊണ്ടുള്ള സ്ഥലമാണ്. കഅബ എന്ന് മാത്രമല്ല, കഅബയുടെ ചുറ്റുഭാഗത്തുള്ള പള്ളി, ആ കഅബ നിൽക്കുന്ന നാടായ മക്ക, മക്കയേക്കാൾ വിശാലമായ ഹറം ഭൂമി, അവിടെയൊക്കെ വലിയ സമാധാനത്തിന്റെ, ശാന്തിയുടെ നാടാണ്. ആ നാട്ടിലേക്കാണ് നമ്മളുടെ മസ്ജിദിനെ മുന്നിൽ നേരിടിക്കുന്നത്. അതാണ് ഖിബ്ല ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ. എന്തിനാ? ആ ശാന്തി സമാധാനത്തിന്റെ നാട്ടിലേക്ക് മുന്നിട്ട് പിടിച്ചും കൊണ്ട് നമ്മളുടെ നാട്ടിലും ശാന്തി ഉണ്ടാവണം, സമാധാനമുണ്ടാവണം. ആർക്ക്? മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, എല്ലാ ജാതിക്കാർക്കും, എല്ലാ മതക്കാർക്കും ഇവിടെ ശാന്തി ഉണ്ട്. അപ്പോഴേ നാട് ശാന്തിയുടേതാവുകയുള്ളൂ. ആർക്കെങ്കിലും ഒരു കൂട്ടർക്ക് മാത്രമായാൽ അത് ശാന്തിയല്ല. അങ്ങനെയുള്ള ഒരാവശ്യത്തിന് വേണ്ടിയാണ് മസ്ജിദ് ഉണ്ടാക്കുന്നത്. ആ മസ്ജിദിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തിന്? അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിന്റെ പേര് കേൾക്കണം, അപ്പോൾ നാട്ടിൽ ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും. അങ്ങനെയുള്ള ഒരു ബറക്കത്തിന്റെ നമ്മളുടെ കേന്ദ്രം നാട്ടിൽ അങ്ങനെയുള്ളൊരു വീടാണ് മസ്ജിദ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ആ പള്ളിയെ ആദരിക്കുക, അവിടെ ശുദ്ധിയാക്കാനും മറ്റുമുള്ള സൗകര്യമുണ്ടാക്കുക. അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. നമ്മൾ പള്ളി ഉണ്ടാക്കി ഇവിടെ ജമാഅത്തിന് ആരും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ 2-3 ആളുകൾ ഉണ്ടാവും, അങ്ങനെയായാൽ പറ്റുകയില്ല. അങ്ങനെ 5 വക്തും സുബഹി മുതൽക്ക് ഇശ വരെയുള്ള എല്ലാ ജമാഅത്തിനും പുരുഷന്മാരായ ആളുകൾ എല്ലാവരും വന്ന് പള്ളിയെ ബഹുമാനിക്കണം, ആ പള്ളിയെ ഹയാത്താക്കണം. ഇതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ഈ പള്ളി നമ്മളുടെ നാട്ടിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ആരാണ്? മഹാനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകളാണ്. അവരെ നാടല്ല, പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകൾ താമസിക്കുന്ന സുന്നത്തി ജമാഅത്തിന്റെ ആളുകളുള്ള നാടുകളാണ്. ഇവിടെ നിസ്കരിക്കാൻ സൗകര്യം വേണം, നല്ല പള്ളി വേണം എന്നുള്ള ആ ഏക ഉദ്ദേശത്തോടു കൂടി അവർ ഈ നാട്ടിലേക്ക് ആ പള്ളി എത്തിച്ചു തന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ അവറുകൾക്ക് നല്ല ആരോഗ്യം കൊടുക്കുമാരാവട്ടെ, ആയുസ് നീട്ടി കൊടുക്കുമാരാവട്ടെ. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാരാവട്ടെ. അവർ നടത്തുന്ന ആ മഹത്തായ സ്ഥാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാരാവട്ടെ. അത് നമ്മളുടെ സ്ഥാപനമാണ്, അവർ നടത്തുന്നു. ആരുടെ? സുന്നത്ത് ജമാഅത്തിന്റെ, നമ്മുടെ സ്ഥാപനമാണ്. ഇത് നാം എല്ലാവരും ഓർക്കുകയും വേണം. ഒന്ന്, ഇതിന് പൈസ കൊടുത്തിരിക്കുന്ന അറബി, ആ അറബിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഇതിന് പകരമായി പ്രത്യേക ഒരു ഭവനം എടുത്തു കൊടുക്കുമാരാവട്ടെ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മംബന മസ്ജിദൻ ലില്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന്. ആ കൂട്ടത്തിൽ ഇതിന് പൈസ എന്ന ആ അറബിയും റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തുമാരാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഒരു കാര്യം അറിയിക്കാനുള്ളത്, മഹാനായ സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അവറുകളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവര് ഇന്ന് മംഗലാപുരത്തേക്ക് വന്നിട്ടും ഉണ്ട്, പക്ഷേ തീരെ വിശ്രമമില്ലാത്ത ഒരവസ്ഥയിലാണ്, വന്നു പോകാൻ സാധിക്കുകയില്ല ഇങ്ങോട്ട് എന്ന് പറയുകയും എന്നെ പ്രത്യേകമായി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരം അവിടെ കൂടിയതിരിക്കുന്ന എല്ലാ ആളുകളെയും അറിയിക്കുകയും എല്ലാവർക്കും, അവിടെ കൂടിയ എല്ലാവർക്കും എന്റെ സലാം അസ്സലാമു അലൈക്കും എന്ന ലഫ്ള് കൊണ്ട് സലാം പറയണം എന്ന് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് സലാം പറഞ്ഞ മടക്കണം. അലൈക്കവാലിസ്സലാം എന്ന് പറഞ്ഞു. മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കുമാരാവട്ടെ. നമുക്ക് നേതൃത്വമായി അവര് വേണം. നമ്മള് ഇവിടെ വരുത്തോ വന്ന് ആ ആരോഗ്യമില്ലാത്ത സമയത്ത് അവിടുത്തെ ആരോഗ്യം പിന്നെയും മോശമാവുക എന്നത് നമുക്ക് തന്നെ അത് ഓർക്കാൻ സാധിക്കാത്ത കാര്യമാണ്. അള്ളാഹു അവർക്ക് ആരോഗ്യം അധികരിപ്പിച്ചു കൊടുക്കുമാരാവട്ടെ, ആയുസ് നീട്ടി കൊടുക്കുമാരാവട്ടെ. ഫോണിൽ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടും ഉണ്ട്, അതിന് നിങ്ങൾ സൗകര്യം ചെയ്താൽ മതി. നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അറിയിച്ചോളുന്നു. അസ്സലാമു അലൈക്കും. മസ്ജിദിന് നിർമ്മിച്ചിത